ഗുഡ് ഈവനിങ് എവരിവൺ. വെൽക്കം ടു ഗ്ലാസ് ഫാമിലി അറ്റ് ധന്യ. ഞങ്ങൾ ഇന്നൊരു കോഫി കപ്പും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വൈകുന്നേര സമയമാണ്. അപ്പോൾ ഒരു കോഫി ആയിട്ട് ഞങ്ങൾ പുറത്തിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആഫ്രിക്കയിൽ ഗാനയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഉള്ളിൽ പിള്ളേർ ഉറങ്ങുക. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, കുറേ ആയിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് എല്ലാവരും, നിങ്ങൾ എങ്ങനെ ആഫ്രിക്കയിലെത്തി? അത് കുറച്ചു പേരൊന്നല്ല കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ട ഡൗട്ടാണ്. അപ്പൊ ഇന്ന് നമ്മളത് നമ്മളുടെ ഒരു അനുഭവം നമ്മൾ ഷെയർ ചെയ്യുന്നു. നാളെ ഇവിടെ എത്തിപ്പെടാവുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം. എന്തായാലും വെറുതെ ഇരിക്കും, അപ്പൊ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങാം. അപ്പം ആദ്യം പറയുകയാണെങ്കിൽ 2017 ഞാനിവിടെ ആഫ്രിക്കയില് ഗാനയിൽ വരുന്നത്. അപ്പൊ ആദ്യം ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഇവിടെ എന്താന്ന് വെച്ചാല്, നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ ഈ ഗാന എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എക്സാക്ട്ലി എവിടെയാന്ന് ആർക്കും അറിയില്ല. നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാല് ആഫ്രിക്കയിലാണോ, സൗത്ത് ആഫ്രിക്കയിലാണല്ലേ, ഇതാണ് ഫസ്റ്റ് ചോദ്യം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആളുകൾക്ക് എല്ലാവർക്കും ഒക്കെ പട്ടിണി പാവങ്ങളുടെ രാജ്യം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് പാവങ്ങൾ മാത്രമാണെന്ന. നമ്മളുടെ ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലെ ആളുകൾ എങ്ങനെയാ, അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് പണക്കാരും ഉണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, എന്നാൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരുണ്ട്. നമ്മളുടെ അതേപോലെ തന്നെ ഒരു 3 തരം വിഭാഗമാണ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാല് ഗാനയില് ടെമയിലാണ്. അതായത് ആക്രയാണ് ക്യാപിറ്റൽ സിറ്റി. ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ്, അതായത് എയർപോർട്ട്, മെയിൻ എയർപോർട്ടിന്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉള്ളോട്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അധികം ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഈ പൊതുവെയുള്ള ആളുകളുടെ സംശയങ്ങൾ ആദ്യമായിട്ട് തീർക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും ആളുകൾ ഫേസ് ചെയ്യുക, എല്ലാവർക്കും അങ്ങനത്തെ ഒരു സേഫ് ആണോ ഇവിടെ, അല്ലെ? ഇതാണല്ലേ മെയിൻ കൺസേൺ. ഒരു കാര്യം പറയട്ടെ, വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടുന്ന് ഇവിടേക്ക് എത്തിച്ചേരേണ്ട യാത്രാ സമയം ഉണ്ടല്ലോ, അത് ഭയങ്കര, അതാണ് ഞങ്ങൾക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട്. ഒരു പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എത്തിപ്പെടാനുള്ള 12 മുതൽ 15 മണിക്കൂർ വരെ നമുക്ക് ഫ്ലൈറ്റ് ഹവേഴ്സ് കാണണം. അതായത് ഇപ്പൊ 3 എയർലൈൻസ് ആണ് മെയിൻലി ഇവിടേക്ക് ഗാനയിൽ എത്തിപ്പെടാനുള്ള യൂസ് ചെയ്യുന്ന 3 എയർലൈൻസ് ആണ്. ആ 3 എയർലൈൻസിൽ ഒന്ന് എമിറേറ്റ്സ്, അത് നമ്മളുടെ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് ദുബായിൽ നിന്ന് ഇവിടേക്ക്. അപ്പൊ ദുബായിലേക്കുള്ള 4 മണിക്കൂർ എടുക്കും. ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 9 മണിക്കൂർ. അതാണ് ഒരു ആവറേജ് ടൈമിങ് ഉള്ളത്. അപ്പൊ തന്നെ ആയില്ലേ 13 മണിക്കൂർ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എയർപോർട്ടിലുള്ള ലേ ഓവർ കാര്യങ്ങൾ എല്ലാം കൂട്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ പിടിക്കും നമുക്ക്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പല എയർലൈൻസും ഇപ്പോൾ ഹോട്ടൽ ഫെസിലിറ്റീസിലൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഈ 3 എയർലൈൻസുകളാണ് ഉള്ളത് മെയിനായിട്ട്. എമിറേറ്റ്സും ഖത്തർ എയർവേസും പിന്നെ എത്യോപ്യ. ഇതാണ്. അപ്പം എക്സ്പെൻസ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എത്യോപ്യ ആയിരിക്കും കുറച്ചും കൂടി കമ്മിയായിട്ട് നമുക്ക് കിട്ടാവുന്ന കുറവുള്ള ഒരു ഇതുള്ള. അങ്ങനെയാണ് ഒരു കാര്യമുള്ളത്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ട കാര്യം, അത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ 2017 ഇതേപോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ് 2017. 2017 മെയ്യില് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് അതിനു മുന്നേ ഞാൻ ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും മേഘാലയയിലും അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ജോലി ചെയ്ത് കല്യാണം കഴിഞ്ഞതിനെ കൊണ്ട് ഒരു പ്രൊജക്ട് കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഓഫർ വന്നത്. ഓഫർ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഒരു ഫോൺ കോളാണ് വന്നത്. ഫോൺ കോൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കില്ല, ആരോ പറ്റിക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവര് നമ്മളോട് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കിത് വിശ്വസിക്കുന്നില്ലല്ലോ, നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ കാണാത്തൊരു രാജ്യമാണ്. നിങ്ങളും പോലെ ഞങ്ങളും അന്ന് വിചാരിച്ചത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീകര സ്ഥലം എന്നൊക്കെയാണ്. ഭീകര സ്ഥലം ഭയങ്കരമായിട്ട്, അതായത് ഒരുപാട് പേര് എന്റെ കുടുംബത്തിലാവട്ടെ ധന്യയുടെ കുടുംബത്തിലാവട്ടെ എല്ലാവരും വേണ്ട, എന്തായാലും പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. നമുക്ക് ദുബായിയോ എവിടെയെങ്കിലും മതി, നമുക്ക് എന്തിനാണ് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ വയലൻസും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് തരണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ല, കല്യാണം കഴിച്ചു, ബാധ്യതകൾ കൂടി. അന്ന്
ഈ കല്യാണം കഴിഞ്ഞ് ഈ ഓഫർ വരുന്ന സമയത്ത് ഞാൻ അൻഷുനെ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ്, ആ ഏർലി സ്റ്റേജ് ആയിരുന്നു, ആ സമയത്താണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഓഫർ വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നു, അത് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവർ പിന്നെ 2-3 റൗണ്ട് ഉണ്ടായിരുന്നു. ആ റൗണ്ടൊക്കെ കഴിഞ്ഞു. ഇന്റർവ്യൂ. അപ്പൊ അത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരുന്നു അതുണ്ടായിരുന്നത്. എന്നിട്ടും വിശ്വസിച്ചിട്ടില്ല സത്യം പറഞ്ഞ. വിസ കയ്യിൽ എത്തുന്നവരെ, കാരണം പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, എങ്ങനെയായിരിക്കും ഇത്, ആദ്യം പൈസ ചോദിക്കുമോ, അങ്ങനത്തെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ എല്ലാവരുടെ എതിർപ്പ് വകവെക്കാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തായാലും ഡു ഓർ ഡൈ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് ചെലവുകളും കാര്യങ്ങളും ഒക്കെ എല്ലാരും കൂടി വെച്ച് നോക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഞാൻ വീട്ടിലൊരു ഒറ്റ മകനായതിനെ കൊണ്ട് എനിക്ക് എന്തായാലും ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയാ, ഞാൻ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ആദ്യത്തെ ദിവസം. ഇവരില്ല കേട്ടോ, എനിക്കും മറക്കാൻ പറ്റില്ല. രാത്രി അവിടേക്ക് എപ്പോഴാ വിളിച്ചത്? അതെ, രാത്രി. അതായത് സമയത്തിന്റെ വ്യത്യാസം ഉണ്ടേ, സമയത്ത് 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ഇവിടെ. അപ്പം ആദ്യത്തെ ദിവസം അതായത് ഞാനിവിടെ എത്തുമ്പോഴും എനിക്കറിയാം കമ്പനിയും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു കമ്പനി ശരിക്കും ഉണ്ടോ, ഇനി ഈ കമ്പനിയുടെ പേരിൽ വേറെ ആരെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും പരിപാടി ചെയ്യാണോ, ഞാൻ വന്നിട്ട് വേറെ ഏതെങ്കിലും, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കണ്ടിട്ടില്ലേ, ആഫ്രിക്കൻസ് എവിടെയെങ്കിലും നമ്മളെ എടുത്ത് കൊണ്ടുപോകുക എന്നുള്ള പേടിയിലാണ് വരുന്നത്. അപ്പം എന്റെ കൂടെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളും ആദ്യമായിട്ട് അയാൾ എത്യോപ്യൻ രാജ്യത്തില് അയാൾ പഠിപ്പിക്കാൻ എന്തോ പോകുന്ന, ടീച്ചറായിട്ട് എന്തോ പോകുന്ന ഒരാളായിരുന്നു. അയാൾ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യായിരുന്നു ഫ്ലൈറ്റിന്റെ ഉള്ളില്. അയാളും ഫാമിലിനെ ആദ്യമായിട്ട് വിട്ടിട്ട് പോവുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാനാണെങ്കിൽ അതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. യാത്രാ സമയമൊന്നും എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാൻ എയർപോർട്ടിലെത്തി, ഒരാള് ഇവിടുത്തെ ഒരു ഗാനിയൻ ഒരു ഡ്രൈവർ ഒരു പ്ലേ കാർഡും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ പേരും ഇതായിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങി ഇയാളിങ്ങ് നിൽക്കുന്നു. ഒരു പഴയൊരു പിക്കപ്പ് ആണ് അയാൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ വലിയൊരു എന്താ പറയാ, പോർഷായ ഒരു വാഹനത്തിലൊന്നല്ല, ഒരു പഴയൊരു പിക്കപ്പിൽ പുള്ളി വന്നു നമ്മുടെ കമ്പനിയിൽ. ഈ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഓട്ടത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി. അപ്പൊ അതാണ് അദ്ദേഹം എടുത്തു വന്നിട്ടുള്ളത്. എന്നാലും കേറിയിരുന്നു. ആരെയും വിളിക്കാൻ പറ്റില്ല, ഫോണ് കാര്യങ്ങളൊന്നും ആ സമയത്ത് നമുക്ക് സിമ്മ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒന്നും വിളിക്കാനോ ഒന്നിനും പറ്റില്ല. ഒരു വീട്ടില് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എത്തിയപ്പോ മുതൽക്ക് കിളി പോയ ഒരു അവസ്ഥയാണ്. പഴയ വീട്, ഈ വീടല്ല കേട്ടോ. ഈ വീട് കുറച്ചും കൂടി സൗകര്യമുള്ള വീടാണ്. പഴയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീട്ടിലാണ്. അതെ, ആ വീട്ടിലായിരുന്നു ധന്യ ഫസ്റ്റ് വന്നത്. അത് ആ വീട് എന്ന് പറഞ്ഞാൽ വലിപ്പമുണ്ട്, സൗകര്യങ്ങളുണ്ട്. വലിപ്പല്ലോ കാര്യം, ഇതൊരു പ്രേതബാധ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു വീടായിരുന്നു. അതായത് ഒരു വല്ലാത്തൊരു നമുക്ക് തോന്നിക്കുന്ന ഒരു വീട്, ഒറ്റപ്പെടുത്തുന്ന, അടുത്തൊന്നും വേറെ വീടുകളില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പം നേരെ വരുന്നു, അവിടെ കൊണ്ടുവന്ന് അവിടെ അവരെന്നെ ആക്കിയതിനു ശേഷം അവർ പോവുകയാണ്. പോയതിനു ശേഷം ആരാണ് എന്റെ കൂടെ താമസിക്കാൻ പോകുന്ന ആള്, വേറെ എന്താണ് ഉണ്ടാവുന്നത്, എവിടെയാണ് ഓഫീസ് എന്നൊന്നും അറിയില്ല. കുറെ കഴിഞ്ഞപ്പോ അവിടുത്തെ HR വന്നു. നമ്മളുടെ ഇവിടുത്തെ ഒരു വംശജന്യായിരുന്നു. അവര് വന്ന ഒരു ലേഡി ആയിരുന്നു. അവര് വന്നു, എന്തൊക്കെയാണ് നമ്മളെ പില്ലോ, ബ്ലാങ്കറ്റ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ വാങ്ങി തന്നു. ആവശ്യത്തിനുള്ള ഭക്ഷണത്തിന് എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ബിസ്ക്കറ്റ്സ്, വെള്ളം, അങ്ങനത്തെ സംഭവമൊക്കെ തന്നു. കുറച്ച് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, കാര്യങ്ങൾ അത് തന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും നമുക്കറിയാലോ, നമ്മളെ നൈസിനെയൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ വീട്ടില് എങ്ങനെയായാലും കുക്കിങ്ങിനും കാര്യത്തിനൊക്കെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും ഉണ്ടാവും അത്. അപ്പൊ അതൊരു കൾച്ചറാണ് ഇവിടുത്തെ. അപ്പം അതിനെക്കൊണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ എത്തിയത് മുതൽക്ക് ഈ ഡ്രൈവറും പോയതിനു ശേഷം എന്റെ എല്ലാ പിടുത്തവും പോയി. എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്നുള്ളൊരു അവസ്ഥയിൽ എനിക്കൊന്നും പറ്റുന്നില്ല. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഞാൻ ദുബായിൽ അതിന് മുന്നേ പോയിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ 10-15 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യണം. ഞാൻ എന്റെ കുടുംബത്തിനെ ഇനി എപ്പോഴാ കാണുക? എനിക്ക് ഇവരെയും ജനിക്കാൻ പോകുന്ന കുട്ടീനെയും അച്ഛനും അമ്മേനെയും എല്ലാവരെയും ഓർത്തിട്ട് എന്റെ എല്ലാം പോയൊരവസ്ഥ എന്ന് പറയുന്നല്ലോ. നമ്മളെ ജീവിതത്തിൽ പണമല്ല വലുത്, നമ്മൾക്ക് കുടുംബമാണ് വലുത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് വരുത്തുന്ന കുറച്ച് സമയങ്ങളാണ് അതെല്ലാം. അത് വല്ലാതെ, അതൊരിക്കലും മറക്കില്ല. അത് എല്ലാവർക്കും ഉണ്ടാവും. ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ആ ഒരു സമയങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ. പറയുമ്പോ ഞാൻ പഠിച്ചതൊക്കെ പുറത്താണെങ്കിൽ
എന്നിരുന്നാലും പോലും ഈ ഒരു ഇത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിന്റെ അടുത്ത് നമുക്ക് എത്തിച്ചേരാമല്ലോ, പോയി വരാമല്ലോ എന്നുള്ള രീതിയിലാണല്ലോ. ഇത് നമുക്ക് അതല്ല. നമുക്ക് എന്താണ്, നമ്മളുടെ കയ്യിലൊന്നുമില്ല, കാശ് പോലും ഇല്ല സത്യം പറഞ്ഞ. അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ ഇവരെ വിളിക്കാനൊരു നിർവാഹവും ഇല്ല, ഒരു വഴിയുമില്ല. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെ കുക്ക് ചെയ്യാനുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സ്ത്രീനോട് ഞാൻ പറഞ്ഞു, എവിടെന്നെങ്കിലും എനിക്ക് എന്റെ ഭാര്യനെയും മക്കളെയല്ല ഭാര്യനെയും അന്നെന്റെ മൊത്തത്തില് പോയി. അപ്പൊ ഞാന് ഭാര്യനെ വിളിക്കണം, അച്ഛനും അമ്മേനും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് റീചാർജ്, എന്റെ കയ്യില് റോമിംഗ് ഇതുണ്ടായിരുന്നു. 500 രൂപയ്ക്ക് എന്തോ നമ്മളെ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള ആ സിമ്മിനെ കൊണ്ട് ഞാൻ ഇവരെ വിളിച്ചു ഫസ്റ്റ്. അതെന്ന് പറഞ്ഞാല് ഒരു മിനിറ്റിന് 250 രൂപ വെച്ചിട്ട് എന്തോ ആണ് റോമിംഗ് ചാർജസ്. ഇവര് എവിടെ എത്തി, ശരത്തേട്ടൻ എവിടെ എത്തി എന്നുള്ള ആ വിവരമൊന്നും അറിയാതെ ഞങ്ങളും ടെൻഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അന്ന് കോള് വിളിച്ച സമയത്ത് സമാധാനമായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി വിളിക്കാൻ കഴിയൂല, ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിളിച്ചാൽ കിട്ടുന്നില്ല. റോമിംഗ് ചാർജ് ഇതായത് 2 മിനിറ്റ് എന്തോ ആകുമ്പോഴേക്കും അത് കഴിഞ്ഞു. പിന്നെ പോയി. അതിനുശേഷമാണ് ഞാൻ ഈ സ്ത്രീനോട് ഞാൻ പറഞ്ഞു, എങ്ങനെങ്കിലും എനിക്ക് ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഈ പറഞ്ഞ പോലെ തന്നെ പോയി റീചാർജ് ഒക്കെ ചെയ്ത് വന്ന് ഇതാ വിളിച്ചോളൂ, നിങ്ങൾ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്ന് അതിനുശേഷം ഇവരെ വിളിച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആകെ എവിടെയോ നമ്മൾ കിടക്കുന്ന ഒരു പ്രതീതം. ആരാണ് ഉള്ളത്? നമ്മൾ ദുബായും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ആരാ ഉള്ളതെന്നും കൂടി അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ വന്നു. ഇപ്പതാ 7 വർഷം കഴിയുന്നു ഏതാണ്ട്. ഇപ്പൊ ഗാനനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾക്കൊക്കെ ഇപ്പൊ ജോലിയിലുള്ള സ്ട്രെസ്, ബാക്കിയുള്ള പലതരം പ്രശ്നങ്ങളും എല്ലാവരും ഈ കാണുന്നത് നല്ല മുഖങ്ങൾ ഇത് മാത്രമാണല്ലോ, നല്ല ഫേസസ് മാത്രമാണ് കാണുന്നത്. ഒരുപാട് നമ്മളുടെ ലൈഫ് നമ്മൾ വേറെ രീതി ഹൈലൈറ്റ് ചെയ്യാത്തതും അതിനെ കൊണ്ടാണ്. നമ്മൾ കുടുംബക്കാരടക്കം ബാക്കി പലരും വിചാരിക്കുന്നത് പറഞ്ഞാൽ ഓക്കെ ഞങ്ങള് ഹൈഫൈ ലൈഫാണ്, നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ ഭയങ്കര. അപ്പൊ എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചെലവുകളും കാര്യങ്ങളും കൂടുന്തോറും അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഇവിടെ എത്തിപ്പെട്ടതിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നമ്മൾക്കിത് നമ്മളെ നാട് പോലെയാ. നമ്മൾക്ക് ബാക്കി ഈ പറഞ്ഞ ദൂരമല്ലാതെ ബാക്കിയെല്ലാം നമ്മൾക്ക് എല്ലാം തരത്തിലുള്ള പച്ചക്കറികളാവട്ടെ, ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള. പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ആദ്യം കാലത്ത് ഞാൻ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പിടിച്ചു പറിയ മോഷണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടങ്ങളും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. നമ്മള് ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോ അവിടുന്ന് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ അത് എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവര് ചെയ്യുന്നതിന് ഇതാക്കല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ എന്തായാലും ഉണ്ടാവില്ലേ. അത് എസ്പെഷ്യലി തന്നെ ഇവിടെ ഉള്ളവരും കൂടിയല്ല, ഇവിടുന്ന് പുറമേ നിന്ന് വരുന്ന കുറെ നൈജീരിയ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് പെടുന്ന ആളുകളാണ് ഇതിൽ കൂടുതൽ. ഇവിടുത്തെ ആളുകളിൽ മോഷണം ചെയ്യുന്നതാണെങ്കിലും ചെറിയ തരത്തിലുള്ള മോഷണങ്ങളിൽ അവർക്ക് പേടിയുണ്ട്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും, എല്ലാം കിട്ടും. അതെ, അങ്ങനത്തെ ഇവിടെ നല്ല അതാണ്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ, കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നല്ല അടിച്ച് അവനെ ശരിയാക്കും, വരുത്തും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് ഇവിടുത്തെ ആൾക്കാർക്കുണ്ട്. പക്ഷെ നൈജീരിയൻസിന് പേടിയില്ല. അവര് എപ്പോഴും ഒരു കയ്യിലൊരു തോക്കൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓവർ അധികമായിട്ടൊന്നും ഇതാവാതെ. പക്ഷെ ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഞങ്ങൾ വരലുണ്ട്, പോകലുണ്ട്. ഞങ്ങളെല്ലാം അതൊന്നും നമ്മൾക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായില്ല. ദൈവാദിനം കൊണ്ട് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് തന്നെ, ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ആഫ്രിക്കയിലേക്ക്, ഗാനയിലേക്ക്, അതുപോലെ പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺട്രീസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക മാത്രമല്ല ആഫ്രിക്കയുടെ ആ രീതിയിൽ കാണരുത്. ഗാന എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലാണ്, അതായത് യൂറോപ്പിന്റെ ഒക്കെ താഴെയായിട്ട് വരും. ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യൻസിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയാണ്. കാരണം ഒരുപാട് ആളുകൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഗോൾഡിന്റെ ഇതാവട്ടെ, കാഷ്യൂനട്ടിന്റെ കാര്യം ആവട്ടെ, സോയ, അങ്ങനത്തെ ആഗ്രോ ആയിട്ടുള്ള കുറെ കാര്യങ്ങള്, അപ്പൊ അഗ്രികൾച്ചർ സംഭവങ്ങൾ, അങ്ങനെ പലതും. അങ്ങനെ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്നു. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ലേറ്റാന്നാ പറയുന്നത്. ഇതിന് മുന്നേ വന്നവരൊക്കെ ഇതിനേറെ നല്ല രീതിയിൽ എല്ലാം ചെയ്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഞങ്ങൾ എങ്ങനെ ഗാനയിൽ എത്തിപ്പെട്ടു, അതിനുശേഷമായിട്ട് ഇവള് വന്നത്. ഇവളുടെ കഥകൾ നമുക്ക് പിന്നെ പറയാനുണ്ട്. ഇവളെ കൊണ്ടുവന്നത്,
വന്നതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അധികം വലിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. അതെന്നെ കഥയാണ് ഗൈസ്. അതിനുശേഷം കൊറോണ സമയത്ത് ഇവരെ തിരിച്ച് നമ്മൾ ഇവാക്വേഷൻ ഫ്ലൈറ്റിൽ വിടുന്നത് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ പങ്കുവെക്കാം അല്ലെ. അധികം വലിച്ചു നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഒരു ചെറിയ ഒരു ഇത് തരണം എന്ന് തോന്നി. കാരണം ആളുകൾ ഈ വിചാരിക്കുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ അത്ര മോശം രാജ്യമൊന്നുമല്ല. ജീവിക്കാനോ എല്ലാത്തിനും പറ്റിയ രാജ്യമാണ്. നമുക്കത് ഒരു ട്രൗസർ ഇട്ടിട്ടോ പുറത്തേക്ക് പോവുക, ഒരു കള്ളിനുമ്പി എടുത്തിട്ടും പുറത്തേക്ക് പോവുക. അതാണ് മെയിൻ. അതായത് നമ്മൾ ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഫ്രീഡം ഉണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്റ്റൈലിഷായി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മറ്റുള്ളവരെന്ത് ധരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടും അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരും നോക്കാനൊന്നും പോകുന്നില്ല. നാട്ടുകാരെ പേടിക്കണം എന്നല്ല വീട്ടിലൊക്കെ പറയാറില്ലേ, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ. ഞാൻ ആരും കുറ്റം പറയല്ല, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല. അതായത് യൂറോപ്യൻ കൾച്ചറിനെ ഇതല്ല ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഇതല്ല കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ആളുകള് അതിനെക്കാട്ടും അതായത് തരം തിരിക്കില്ല. നിങ്ങളിപ്പോ ഏത് വേഷം ഇട്ടാലും നിങ്ങൾ എന്തിട്ടാലും തരം തിരിക്കില്ല. നിങ്ങളെ താഴ്ന്ന ആള് അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മളുടെയൊക്കെ ഉള്ളില് ആരൊക്കെയോ ചേർത്ത് വെച്ച ഒരു സംഭവമാണ്. ആളുകളുടെ വേഷത്തിനനുസരിച്ചായിരിക്കണം അവരെ തിരിച്ചറിയേണ്ടത്, അവരെ മനസ്സിലാക്കേണ്ടത്, അവർക്ക് റെസ്പെക്ട് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ. അതൊക്കെ വെറും ഒരിക്കലും നമ്മളത് മനസ്സിലേക്ക് എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് മാത്രം പറയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ. ഇന്നിപ്പോ വെറുതെ ഇരുന്നപ്പോ ഒരു കാപ്പി കുടിച്ചിരുന്നപ്പം ഇത് പറയാന്ന് വിചാരിച്ചു. ആരെങ്കിലും പിന്നെയും പറയാണ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ എടുക്കുക. ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ ഒന്നും കിട്ടില്ല. അപ്പൊ എടുത്ത റിസ്കിന് ഈ ഒരു 7 കൊല്ലം എന്തായാലും കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ എന്തായാലും കാണാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, തെറ്റിദ്ധാരണകൾ മാറ്റുക. ആഫ്രിക്കയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത്. അപ്പം എല്ലാവരോടും അത് പറഞ്ഞ് നമ്മൾ മടുക്കും. നമ്മളെപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഒരേ ചോദ്യം ഒരേ ആള് പിന്നെയും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇക്കൊല്ലം നമ്മൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കൊല്ലം പോകുമ്പോഴും സെയിം ക്വസ്റ്റ്യൻ സെയിം ഇതാണ്. അതായത് അവരൊന്നും ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കൺസിഡർ പോലും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്നല്ല, ഇനി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റീസ് ബാക്കി നിൽക്കുന്ന ഒരു കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് മാത്രമായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം കേട്ടോ. അപ്പം മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുക ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.